ഭംഗിയായിട്ടുള്ള സെറ്റും ഉണ്ടാണ് സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഉള്ളൊരു ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയണേ ഇതിന്റെ സെറ്റ് മുണ്ടിന്റെ കളക്ഷനാണ്. അതായത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ആ ഒരു കാറ്റഗറി രണ്ടും വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ഗംഭീരമായ കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, എല്ലായിടത്തും ഓണം പ്രോഗ്രാം കുറെ റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുറെ റിസൾട്ട് നടക്കാൻ പോകണം, ഇനി നമ്മുടെ ഓണത വരാൻ പോകണം. നമ്മൾ ഓണത്തിനാണെങ്കിലും കൂടുതലായിട്ട് സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ്. നമ്മളെ കോളേജിലാണെങ്കിൽ കോളേജിൽ ഓണം സെലിബ്രേഷൻ, സ്കൂളിലാണെങ്കിലും അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരിക്കലും പോകാനൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ജോലി ചെയ്യണില്ല, പഠിപ്പ് കഴിയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അങ്ങനത്തെ സെറ്റ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാറ്. ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇത്ര കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഓണപരിപാടി കാര്യങ്ങളൊക്കെ കോളേജിൽ വരുമല്ലോ, അപ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് സെറ്റും കൊണ്ട് വീട്ടിലുണ്ട്. പക്ഷെ അതൊക്കെ ഇച്ചിരി പഴയ മോഡലൊക്കെയാണ്, നമുക്ക് അത്ര ഇഷ്ടമാവില്ല. അമ്മേൻ്റെ അടുത്തൊന്നും അധികം സെറ്റും കൊണ്ടിൻ്റെ ആ ഒരു അത്ര ഒരു ഇതില്ല. അപ്പൊ നമ്മൾ അടുത്ത വീട്ടിൽ ഏട്ടന്റെ വൈഫ്, അവിടെ എഴുത്തിയമ്മൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കുറച്ച് സെറ്റും കൊണ്ടൊക്കെ സെറ്റ് സാരി ഒക്കെ. അപ്പൊ ഞാൻ എഴുത്തിയമ്മൻ്റെ സെറ്റ് സാരി സെറ്റും കൊണ്ടൊക്കെ തലേ ദിവസം പോയി സെറ്റാക്കി, എന്നിട്ട് പിറ്റേ ദിവസം അത് അങ്ങനെ എടുത്ത് പോവുകയൊക്കെ ചെയ്തിരുന്നു. പണ്ടൊക്കെ അങ്ങനെ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആവുമല്ലോ, നമ്മളെടുത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ ഞാനും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ രീതിയിലൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല നല്ല സെറ്റും കൊണ്ട് സെറ്റ് സാരികളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന നല്ല മയിൽപ്പീലി കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സെറ്റ് മുണ്ടാണ്. ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് നല്ല നല്ല ഭംഗിയുള്ളൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഉടുത്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇതെനിക്ക് ദിലീൻ്റെ ഒരു സിസ്റ്റർ, അതായത് ചേച്ചി തന്നതാണ് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ഒരു ഓണത്തിൻ്റെ സമയത്ത് ചേച്ചി എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരു സെറ്റ് മുണ്ടാണ്. ഷൂവിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റും കൊണ്ടാണ്. ഏത് ബ്ലൗസിന് വേണമെങ്കിൽ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ ഈ തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബ്ലൗസ് നമുക്ക് പല കോഡുകളും കാര്യങ്ങളും വരും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ സെറ്റ് മുണ്ടുകളാണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലത്തെ സെറ്റ് മുണ്ടും പിന്നെ അതുപോലെ തന്നെ ബ്ലൗസ് ആ ഒരു കോഡ് ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്തിരുന്നതാണിത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ സിൽവറും കോമ്പിനേഷൻ വരുന്ന ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ സിൽവർ ബോർഡറും വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ്. 5 വർഷമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, അതായത് എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായി. ഇത് കുത്താമ്പുള്ളി നാട്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ടിഷ്യൂ സിൽക്ക് തന്നെയാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സെറ്റും ഉണ്ടാണ്. ഒരു ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റിംഗ് ഉണ്ടാണ്. നല്ല ബ്ലൗസൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ അതും ആഡ് ചെയ്യാം കേട്ടോ. അടുത്ത നല്ല പച്ച കളറിൽ വരുന്ന സെറ്റും കൊണ്ടാണ്. ഭംഗിയുള്ള സെറ്റും കൊണ്ടാണ്. ഗ്രീൻ ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയ സാരിയല്ല, ഇത് ദിലീന്റെ മേമ മുതുകുർഷിത്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് മുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇത് സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് അതെനിക്ക് തന്നതായിരുന്നു. നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സെറ്റും മുണ്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റും മുണ്ടാണ്. നല്ല ബ്ലാക്ക് കളറ് ബോർഡറും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഏതൊട്ടല്ല ചോറൂണിന് നമ്മൾ ഗുരുവായൂരിലേക്ക് ചോറൂണുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തു. അടുത്ത സെറ്റും കൊണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ. അത് ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റും കൊണ്ടാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചപ്പോൾ തന്നെ ഒരു ടിഷ്യൂവിന്റെ സാരിയാണ് വരുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗി സെറ്റ് സാരിയാണ് വരുന്നത്. ഇതേപോലെ പ്രിന്റ് എപ്പോഴും ഭയങ്കര ട്രെൻഡാണല്ലോ, അങ്ങനെ മയിലിന്റെ, കൃഷ്ണന്റെ, ഓടക്കുഴലിന്റെ. അപ്പൊ അങ്ങനെ അത് മയിലിനും പിന്നെന്താ വീണയും കൂടിയിട്ടുള്ളൊരു പ്രിന്റുള്ള നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ടിഷ്യൂവിന്റെ ഗോൾഡൻ കളർ ബോർഡർ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതൊരു ബേസിക് പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ബ്ലൗസിന് വേണമെങ്കിൽ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത്, അതായത് എൻഗേജ്മെന്റ് ഞാൻ 3 ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചേക്ക് അറിയില്ല, അന്ന് അങ്ങനെ 3 ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ നമ്മൾ അവര് വരുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന സെറ്റ് സാരിയാണ് കേട്ടോ.